ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് നിൽക്കുന്ന റോസാ ചെടി പൂത്തത് കാരണം, അത്രയ്ക്ക് പൂക്കളായത് കാരണം ഒടിഞ്ഞ് വീഴാറായി. അതുകൊണ്ട് തന്നെ കുറേ പൂക്കൾ പറിച്ച്, എന്തായാലും റെസിൻ ആർട്ടിന് പൂക്കൾ വേണമല്ലോ. സാധാരണ ഞാൻ നമ്മളെ ആൽദിന്നോ അല്ലെങ്കിൽ ലിഡിലിനൊക്കെ റോസ് മേടിച്ചാണ് ഡ്രൈ ചെയ്താണ് നമ്മൾ റെസിയിൽ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നിറച്ച് പൂക്കളാണ്. ഈ റോസ് എനിക്ക് പ്രിയങ്ക എന്നൊരു ഫ്രണ്ട്, എനിക്ക് വീട് കാണാൻ വന്ന സമയത്ത്, വീട് മേടിച്ച സമയത്ത് അവൾ വന്ന സമയത്ത് കൊണ്ടുവന്നാട്ടെ ചെറിയ റോസ്. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന, പക്ഷെ അത് അപ്പോഴും നന്നായിട്ട് പൂത്തത്, ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊലയായിട്ട് പൂത്ത് കിടക്കുക കേട്ടോ. ആ വെയിറ്റ് കാരണം അതിന് താങ്ങാൻ വയ്യ, അത് കുടുങ്ങി വീഴാറായി. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കുറേ അങ്ങ് പറിച്ച് മാറ്റാമെന്ന്. എന്തായാലും ഡ്രൈ ചെയ്യണം, ഇപ്പോൾ പിന്നെ ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമ്മളൊരു ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം തരുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെയായിരുന്നു കേട്ടോ. അങ്ങനെ പല വെറൈറ്റീസ് ഞാൻ വെച്ചതാണ്. പക്ഷേ ആദ്യത്തെ പൂക്കളെല്ലാം അതത് കളർ വന്നിട്ട് രണ്ടാമത്തെ പൂക്കളെല്ലാം റെഡായിട്ട് വരാൻ തുടങ്ങി. അത് ഈ പരാഗണത്തിൻ്റെ പ്രശ്നമായിരിക്കണം. ഇത് കുറച്ചുകൂടെ പുതുതായിട്ട് ഞാൻ വെച്ച, മീൻസ് കഴിഞ്ഞ വർഷം വെച്ചത് തന്നെയാണ്. ഇതിപ്പം രണ്ടാമത്തെ തവണയാണ് ഇത് പൂക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ വളരാനുണ്ട്. നല്ല പൂക്കളാണ്, വലിയ പൂക്കളാണ്, ചെറിയ റോസിനേക്കാളും വലിയ പൂക്കളാണ് ഇതിൽ. അപ്പോൾ എന്തായാലും ഇതും കുറച്ച് പറിച്ച് മാറ്റാം. ഇതെല്ലാം ഡ്രൈ ചെയ്യണമല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ നിറഞ്ഞു കേട്ടോ പൂക്കൾ കാരണം. അപ്പോൾ എന്തായാലും വെറുതെ കളയണ്ട, പൊഴിഞ്ഞു പോകുന്നതിനേക്കാളും എനിക്ക് പറിച്ച് ഞാനത് സിലിക്കോണിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കും. അതിനാണ് ഈ പറിക്കുന്നത്. മോനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ പറഞ്ഞു, അമ്മ എല്ലാം പറിക്കേണ്ട, കുറച്ച് നിർത്തിക്കുന്നു. പക്ഷെ എന്തായാലും വാടി അതെല്ലാം താഴെ വീണ് നശിച്ചു പോകും. അതിനേക്കാൾ നല്ലതല്ലേ ഞാനത് പ്രിസർവ് ചെയ്യുന്നത്. എന്തായാലും ആവശ്യം വരും. പിന്നെ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് കളർ, ഒരു പിങ്ക് യെല്ലോ ആയിട്ട് വരും. പക്ഷെ അത് നല്ല വിരിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ ഒരു പിങ്കിഷായിട്ട് മാറും. അപ്പം മോൻ പറഞ്ഞതുകൊണ്ട് ഞാനാകെ 2 ഫ്ലവേഴ്സ് ഇത് എടുത്തോളൂ. ബാക്കി ഇനിയും ബഡ്സ് ഉണ്ട് ഒത്തിരി, അതെല്ലാം വിരിഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, എല്ലാം പൊഴിഞ്ഞു തുടങ്ങി കണ്ടോ. പക്ഷേ അതിൻ്റെ പെറ്റൽസ് സ്റ്റിൽ പ്രിസർവ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയാക്കി, കാരണം കൂടെ നിറഞ്ഞു, ഇനി സ്ഥലമില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നമുക്ക് പ്രകൃതി തരുമെന്ന് പറഞ്ഞില്ലേ, അതായത്